നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ താരമാണ്. വിവാദമായ കണ്ടന്റുകളാണ് സാറേ ഇവരുടെ മെയിൻ. ബോൾഡ് വുമൺ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഗൗരി സിജി മാത്യു, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഭയങ്കര സുന്ദരിയായിരിക്കുന്നു കാണാൻ. എങ്ങനെയാണ് ഈ ഷൈനിങ് ആയിട്ടുള്ള മുടിയും ഈ സൗന്ദര്യമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങളുടെ കണ്ണില് അത് തോന്നിയത് കൊണ്ട് എന്നെ ഒന്ന് കളിയാക്കുവാണോ? അല്ലല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അതായത് നമ്മൾ മറ്റു ഇന്റർവ്യൂസിലൊക്കെ ഒരു നാടൻ അറ്റയറിലാ കണ്ടത്, സാരിയൊക്കെ എടുത്ത്. പക്ഷെ ഒരു മോഡേൺ ലുക്കിൽ വന്നു. അല്ല, നമ്മൾ വേറൊരു ചാനലിൽ ഇന്റർവ്യൂസ് എടുത്തപ്പോഴും അതിൻ്റെ അകത്ത് സാരിയാണോ ഒന്ന് സ്ലീവ്ലെസ് ഒക്കെയാണ്. അപ്പം എനിക്ക് തോന്നി എല്ലാത്തിലും സാരി ആയും വരുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കാരിൽ ഈ പറയുന്നത് നമ്മൾ മോഡലിംഗ് ചെയ്യണോ, ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇവള് ഇച്ചിരി മോഡേൺ ആയിട്ട് വന്നില്ലല്ലോ എന്നൊരു ചിന്ത വരത്തില്ല. അപ്പൊ നമ്മളെ പ്രേക്ഷകർക്കും കൂടി ഒരു ഇതാകാൻ വേണ്ടിട്ടല്ലേ ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഈ ഒരു കോസ്റ്റ്യൂം. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാൻ. മുഖമൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുന്നു, മുടി ഭയങ്കര പ്രായമൊക്കെ കൂടി കൂടി വരുമല്ലേ, അപ്പം എല്ലാവരുടെ ഒപ്പത്തിനൊപ്പം ഞാനും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടിട്ട്. ഈ ഗൗരി സിജി മാത്യു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ കണ്ടത്, ഈ സെമി ന്യൂഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ഇടുന്നത്. പക്ഷെ നമ്മളെ ഈ പുറം രാജ്യത്ത്, അതായത് ഈ എബ്രോഡിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്ന ഒരു സംഭവം. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകളെ ആളുകൾ പോണുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ എന്താ പറയാ, സണ്ണി ലിയോൺ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവര് വാവും. അതെ, സാധാരണ മറ്റൊരു വ്യക്തികൾ ഇപ്പം ബിക്കിനി ഇട്ട് വരുവാണെങ്കിൽ അവര് അച്ഛേ ഇത് എന്തുവാണ്, ഇത് എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊരു ബോഡി ആർട്ട് ആണെന്നുള്ള അവർക്ക് മനസ്സിലാവണില്ല. അപ്പം പിന്നെ അതിനെ നമ്മള് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നതാണ് ഇന്നതെന്നും പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പം നമ്മൾ ബ്രാൻഡഡ് അല്ലെങ്കിൽ നല്ല കളേഴ്സ് ബിക്കിനി ഇത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഷോപ്പിൽ കാണുന്നത് എടുത്തുകൊണ്ട് വരുമല്ലോ. നേരത്തെ കാലങ്ങളിൽ ഇപ്പം 5 രൂപയുടെയും 10 രൂപയുടെയും ഈ ബിക്കിനി എന്ന് പറയുന്ന സാധനം, ഷഡ്ഡി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ ചന്തകളിൽ വരെ കിട്ടുമായിരുന്നു. ഇപ്പൊ അത് ഷോപ്പിൽ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ ചെല്ലുമ്പം എന്തെങ്കിലും ഇതിന്റെ ബ്രാൻഡ് ഇത് കാണിക്കാമോ എന്ന് പറയും, പിക്ചേഴ്സ് കാണിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ. ഇപ്പൊ H&M അല്ലെങ്കിൽ സ്റ്റുഡിയോ ഇവിടെ എല്ലാം ചെല്ലുമ്പോൾ അതിന്റെ ഒരു റെഫറൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഇന്നതെന്നും പറഞ്ഞ് അവരെ ബോധവൽക്കരണം എടുത്ത് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഫോറിനേഴ്സിനെ കാണുമ്പോ നമ്മൾ ആഹാന്ന് പറയും, മലയാളികൾ അത് ചെയ്യുമ്പോ ഓഹോ എന്ന് പറയും. ഓഹോ എന്ന് പറയുന്നില്ല, വേറെ ഇതാണ് പറയണത്. എന്താ അങ്ങനെ വേറേതായിട്ട് ചീത്തവർത്തമാനങ്ങളാണ് കൂടുതലും പറയണെന്ന് പറയണത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇച്ചിരി ക്ലീവേജ് കാണിച്ചു, അത് മോശമാണ്. ഇപ്പൊ ഒരു 2 പീസ് എന്ന് പറയുമ്പോ അത് ബിക്കിനി ഇട്ട് വരുമ്പോഴത്തേക്ക് അവളിട്ടാൽ അവള് തടിച്ച് അല്ലെങ്കിൽ ഇച്ചിരി കൊടവേറ് ചാടിയിട്ടുണ്ടെങ്കിൽ അവള് വേറെ എന്തോത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയാണല്ലോ നമ്മളുടെ മലയാളികളെ ഞാൻ മൊത്തപ്പേരെയും പറയുകയല്ല, ആവറേജ് കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തുറന്നിരുന്നിട്ട് നമുക്ക് കമന്റ് എന്നും പറഞ്ഞിട്ടിരിക്കുന്നതാണോ. ഇതിന് ആർട്ടായിട്ട് കാണുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ പിക്ചേഴ്സിനെ ഇപ്പം കണ്ടിട്ട് ഒരുപാട് പേര് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതില് ഫേസ് ഇല്ലാത്ത കുറെ ഫേക്ക് ഐഡികൾ വന്നിട്ട് മോശമായിട്ട് അങ്ങോട്ട് കമന്റുകൾ ഇടും. പിന്നെ ഹിന്ദിക്കാര്, നമ്മൾ അവരെയൊക്കെ പോയിട്ട് എനിക്ക് ബോധവൽക്കരണം കൊടുത്തിട്ട് ചേട്ടാ ഇന്നത് ബിക്കിനിയാണ് അല്ലെങ്കിൽ ഇത് സെമി ന്യൂഡാണ് അല്ലെങ്കിൽ ഇത് ഒരു ആർട്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലും ബാക്കിലോട്ടോ അല്ലെങ്കിൽ മുൻപിലോട്ടോ നോക്കിയിട്ട് കാര്യമില്ല. പറയുന്നത് എന്നാലും നമ്മൾ ഈ കമന്റ്സ് ഒക്കെ ഇവര് മോശമായിട്ടിടും. പക്ഷെ ഇതേ ആളുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഇൻബോക്സിൽ വന്നിട്ട് കോഴിത്തരങ്ങളൊക്കെ കാണിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വരുമ്പോ ഇത് ലാസ്റ്റ് സഹിയായിട്ട് ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ഞാൻ ഇതിന് മറുപടി കൊടുക്കില്ല. കാരണം ഇത് ഞാൻ ആദ്യം വന്നിട്ട് ഈ വൃത്തിയുടെ കമന്റ് ഇട്ടിട്ട് ഇയാൾ ഇൻബോക്സിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്ക്, മോളെ നമ്പർ തരുമോ, വീഡിയോ കോൾ വരുമോ എന്ന് ചോദിക്കുന്ന മെസ്സേജുകൾ. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പുള്ളിക്ക് വീണ്ടും ഞാൻ കൊടുക്കുന്നത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യട്ടെ. ഇയാളുടെ പ്രൊഫൈൽ പിക്ചറും എല്ലാം കൂടി ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ലാസ്റ്റിൽ സോറി എന്നും പറഞ്ഞിട്ട് വരും. വീട്ടില് മെസ്സേജ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബക്കാർ കണ്ടിട്ട് വീട്ടിൽ അറിയിക്കുമല്ലോ, എന്തായാലും പേടിച്ചിട്ട് പിന്നെ മിണ്ടില്ല, പിന്നെ ആ വഴിയേ കാണില്ല, പിന്നെ റിക്വസ്റ്റ് ആയിട്ട് വരും ഇത് നമ്മള് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്.
അപ്പൊ ഗൗരി എന്താ ചെയ്യാ? മനസ്സൊക്കെ അലിഞ്ഞ് പോട്ടെ, ക്ഷമിച്ചു വിടുവോ? അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. പേടിപ്പിക്കും അല്ലാതെ നമ്മള്. ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയ, കാരണം അവർ ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും. ഉം. അല്ലാതെ അത് പോസ്റ്റായിട്ട് ഞാൻ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല. ഒരിടത്തും അങ്ങനെ ഉം. എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇല്ല. പഴയ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഉം. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതെ കവിതകളും കഥകളും ഒക്കെ എഴുതുന്ന സമയത്ത് ഉം. ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉം. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണ് എന്നെ അതെ. ആൾക്കാർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെന്ന് വെക്കും. ഉം. അത് ഈ ഒരു ചെവി കൂടെ കെട്ടി ഈ ഒരു ചെവി കൂടെ കളയും. അതിനെ സംബന്ധിച്ചിട്ട് ഇത് നോക്കി ഇന്നതൊന്നും പറഞ്ഞാൽ ഞാൻ നടക്കാറില്ല. നോർമലി നമുക്ക് ഈ സ്ത്രീകൾക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മളെ ശരീരം ഇതുപോലെ എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ്സ് ഇടണമെന്നോ, അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ വരുന്ന ഈ സൊസൈറ്റി അമ്മാവന്മാരെയൊക്കെ പേടിച്ചിട്ട് എന്തിനാ വെറുതെ പ്രശ്നമാക്കുന്ന വിചാരിച്ച് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് വരുന്നു, ആരെയും നെവർ മൈൻഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നു. എവിടുന്ന് കിട്ടി ഇത്രയും കോൺഫിഡൻസ്? നമ്മളുടെ ജീവിത സാഹചര്യം. ഉം. പിന്നെ എനിക്ക് മോഡൽ ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉം. അതിലെ ഏറ്റവും ഇഷ്ടം എന്ന് ചെറുപ്പത്തിലെ പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നോ? ചെറുപ്പത്തിലെ മുതലേ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നമ്മുടെ കസിൻസിന്റെ ഒരു ഉടുപ്പ് ഇട്ട് നടന്ന ഒരു ബാല്യകാലം നമുക്കുണ്ട്. ഉം. ഇപ്പൊ എല്ലാരും പറയും, എല്ലാവരും ഇന്റർവ്യൂസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് കുറെ വീമ്പുകൾ തള്ളുക എന്നൊക്കെ പറയും. ഉം. എന്റെ അച്ഛൻ സൗദിയിൽ പോയിരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഒരു 2-1.5 കൊല്ലത്തോളം ശമ്പളം കൊടുക്കാതെ ഉം. അപ്പൻ അവിടെ ബുദ്ധിമുട്ടിയ സമയത്ത് ഞാൻ അന്ന് കുഞ്ഞാണ്. ഉം. ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഉം. അപ്പന്റെ ഒരു വരുമാനം വരുന്നത് നോക്കി നമ്മൾ ഇരിക്കും. ഉം. പിന്നെ നമ്മുടെ റിലേറ്റീവ് കസിൻസിന്റെ അവരുടെ വീട്ടില് അവരുടെ അപ്പനും അമ്മയൊക്കെ വരുമ്പം അവർക്കൊരു പുത്തൻ ഉടുപ്പ് കൊണ്ടു കൊടുക്കുമ്പോൾ പഴയത് എനിക്കും എന്റെ ചേച്ചിക്കും തരും. ഞങ്ങൾ 2 മക്കളാണ്, ഞങ്ങൾക്ക് തരുമ്പോ ഞാനത് വലിയ ഗമയായിട്ട് നമ്മൾ കുളിച്ച് കൂട്ടനാക്കിയിട്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നമുക്കൊരു നടക്കും. പുതിയ ഡ്രസ് കിട്ടുന്നതിന്റെ പക്ഷെ സന്തോഷം. ആ ഒരു രീതിയും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ റേറ്റ് ഉം. കുറച്ചിട്ട് ഉടുപ്പുകൾ കിട്ടാനുണ്ട്. ഉം. നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാനും പറ്റും. ഉം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാരി ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഉം. സാരി, ഡ്രസ്സ്, മറ്റുള്ള എല്ലാം ഞാൻ ഇടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ കംഫർട്ടബിൾ. കാരണം ഞാൻ മോഡലിംഗ് രംഗത്ത് ജീൻസ് അല്ലെങ്കിൽ മറ്റേ ബിക്കിനി ഇട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മറ്റു പൊതുസ്ഥായ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഈ ഒരു മോശം കെട്ട രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിച്ചോ അങ്ങനെ ഉം. ഒന്നുമില്ല. നമ്മൾ നേരെ വാ നേരെ പോയി എന്നുള്ള മട്ട. ഉം. അങ്ങനെയാണോ എല്ലാ വസ്ത്രത്തോടും? ഭയങ്കര കോൺഫിഡന്റ് ആണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഈ ഇതുപോലെ നമ്മള് ഒരുപാട് ഫോട്ടോസ് ഇടുന്നു സോഷ്യൽ മീഡിയസിലായാലും, ആളുകൾ തെറി കമന്റ്സ് ഒരു സൈഡിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്, മറ്റേ സൈഡിൽ നിന്ന് ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഫോട്ടോഷൂട്ട്സ് ഇപ്പൊ ജ്വല്ലറി ആഡ് ഒക്കെ ചെയ്തില്ലേ, അതെ. ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ ഒരു മനോഭാവം എന്താണ്? ഇത് ഗൗരിയാണ് തിരിച്ചറിഞ്ഞിട്ട് സമൂഹത്തിന്റെ പുറമേ നിന്നും ആളുകൾ കല്ലെറിയുന്നുണ്ടോ നേരിട്ട് കാണുമ്പോൾ? ഒന്നുമില്ല. ഇല്ല. എന്നെ നേരിട്ട് കാണുന്ന മനുഷ്യർക്ക് ഞാൻ ഇത് ഗൗരി ചേച്ചിയാണോ, ഫോട്ടോസിൽ കാണുന്ന ചേച്ചിയല്ല നേരിട്ട് കാണുമ്പോ എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പൊതു സമൂഹത്തിൽ നിന്നൊരു കല്ലേറ് കിട്ടാൻ മാത്രം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അല്ല, അതായത് നമ്മള് മോശം കമന്റ്സ് ഇടുന്ന ആളുകളുണ്ടല്ലോ. കമന്റ് അത് ഞാൻ പറഞ്ഞല്ലോ, മുഖമില്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു കൂവിയിട്ട് നമ്മള് ഇന്നതെന്നും പറഞ്ഞ് നമ്മൾ തിരക്കി പോകേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞ ജെന്യൂനായിട്ട് ഏതെങ്കിലും പ്രൊഫൈലിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവർക്ക് പോയിട്ട് ഇൻബോക്സിൽ പോയിട്ട് ചേട്ടാ ഇന്നത് ചെയ്തത് ശരിയാണോ, വീട്ടിലുള്ളവരെ ആദ്യം പറയുക എന്ന് പറയും. അപ്പൊ ഞാനിപ്പോ നേരത്തെ അച്ഛനും അമ്മയും നിനക്ക് അപ്പനും അമ്മയില്ല, നിന്റെ അമ്മേന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു രീതിയൊന്നും ഇല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലേക്ക് വരുമ്പം ഗൗരി ചേച്ചി എനിക്കൊരു സെൽഫി എടുക്കണം എന്ന് സ്വാഭാവികമായിട്ടും പറയാറുണ്ട്. അതിന് ഞാൻ കൂടുതലും എനിക്ക് മടിയാണ് ഈ ഒരു കാര്യങ്ങൾക്ക്. നമ്മുടെ പേഴ്സണൽ ഒരു ഇതിലായിട്ടാണ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്റേതായ ഒരു പ്രൈവസി ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മറ്റൊരാളെ ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി അവത്തവശാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ ഞാൻ ഇന്നടത്തുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരിടത്തും കാണിക്കാറില്ല. പിന്നെ അറിഞ്ഞു വരുന്നവർക്ക് സെൽഫി അല്ലെങ്കിൽ ഗൗരി ചേച്ചി ഒരു ഹായ് എന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. കോമൺ ആയിട്ട് സംസാരിക്കാം.